Chapter 16 Chemistry in Everyday Life. Firstly, we will discuss about drugs or medicines. Drugs or medicines are the chemical substances used for the treatment of diseases and for reducing pain. പെയിനിനെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റിനായും ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് ആക്ഷനിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഡ്രഗ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ഡിസീസസിന് ഡിഫറെൻറ്റ് കെമിക്കൽസോ ഡ്രഗ്സാണ് യൂസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻറ്റാസിഡ്സ്. ആൻറ്റാസിഡ്സ് ആർ ദ ഡ്രഗ്സ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ഹൈപ്പർ അസിഡിറ്റി. ഹൈപ്പർ അസിഡിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് അല്ലെങ്കിൽ മെഡിസിനാണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ്സ് എവിടെയാണ് സംഭവിക്കുക? സ്റ്റൊമക്കിനകത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആസിഡാണ് സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റൊമക്കിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ദിസ് ഓവർ പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഡാമേജിങ് അവർ സ്റ്റൊമക്ക് വാൾസ്. സ്റ്റൊമക്ക് വാൾസിന് ഇത് ഡാമേജ് ആക്കും. അതിനെ നമ്മൾ അൾസർ, പുണ്ണ് എന്നൊക്കെ പറയും. അതേപോലെ ഗ്യാസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ അൾസർ ഉണ്ടായിക്കഴിഞ്ഞാൽ, പുണ്ണുണ്ടായിക്കഴിഞ്ഞാൽ വയറിനകത്ത് ഇറിറ്റേഷനും പെയിനും ഒക്കെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇറിറ്റേഷനും പെയിനും ഫീൽ ചെയ്യണത്? ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഇൻ സ്റ്റൊമക്ക് വാൾ ലീഡ്സ് ടു ഇറിറ്റേഷൻ ആൻഡ് പെയിൻ. നമ്മളിതിന് മാർക്കറ്റിൽ നിന്ന്, ഫാർമസികളിൽ നിന്നും വാങ്ങുന്ന ആൻറ്റാസിഡുകളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഈ കണ്ടൻ്റാണ് നോർമലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റാസിഡുകളിലുള്ള കെമിക്കൽസ്. നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ആൻറ്റാസിഡുകൾ ഏത് പേരിലാണ് അറിയപ്പെടുക? സിമെറ്റിഡീൻ ആൻഡ് റാനിറ്റിഡീൻ. സെമിറ്റിഡീൻ എന്ന് പറയുന്ന ഒരു ആൻറ്റാസിഡും അതേപോലെ റാനിറ്റിഡീൻ എന്ന് പറയുന്ന ഒരു ആൻറ്റാസിഡുമാണ് സാധാരണയായിട്ട് ഈ ഓവർ പ്രൊഡക്ഷന്, ഹൈപ്പർ അസിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റാസിഡ്സ്. സിമെറ്റിഡീൻ ടെഗ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ടെഗ്മെൻറ്റ്. അതേപോലെ റാനിറ്റിഡീൻ സാൻഡാക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് മെഡിസിൻസുമാണ് നമ്മൾ സാധാരണയായിട്ട് ആൻറ്റാസിഡുകളായി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ്. എങ്ങനെയാണ് സ്റ്റൊമക്കിനകത്ത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഹിസ്റ്റമിൻസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഹിസ്റ്റമിൻസ് അലർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിസ്റ്റമിൻസ് ആണ്. ഹിസ്റ്റമിൻസിന് അതേപോലെ ഒരു റോളും കൂടിയുണ്ട്. സ്റ്റൊമക്ക് വാളിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പെപ്സിനും അതേപോലെ ആസിഡും പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. HCl-ഉം പെപ്സിനും ഡൈജഷനും ഹെൽപ്പ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് ആണ്. അത് സെക്രീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഹിസ്റ്റമിൻസ്. എന്താ ഹിസ്റ്റമിൻസ് ചെയ്യുക? നിങ്ങൾ റിസപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. സെൽ വാളിനകത്ത്, അതായത് സ്റ്റൊമക്കിൻ്റെ വാൾസിലുള്ള സെല്ലുകളിലുള്ള റിസപ്റ്റേഴ്സിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ പെപ്സിനും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആ സ്റ്റിമുലേഷൻ കാരണം സ്റ്റൊമക്ക് വാൾസ് HCl അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. ഫുഡ് ഡൈജഷൻ കഴിഞ്ഞാൽ പിന്നീട് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്ക് വാൾസിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുക. ഇനി ആൻറ്റാസിഡ്സ് എന്താ ചെയ്യുന്നത്? ആൻറ്റാസിഡ്സ് പ്രിവെൻറ്റ്സ് ദ കോണ്ടാക്ട് ഓഫ് ഹിസ്റ്റമിൻസ് വിത്ത് റിസപ്റ്റേഴ്സ് ഓഫ് സ്റ്റൊമക്ക് വാൾ. സ്റ്റൊമക്ക് വാളിലുള്ള റിസപ്റ്റേഴ്സും അതേപോലെ ഹിസ്റ്റമിൻസുള്ള കോണ്ടാക്റ്റ് പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ആൻറ്റാസിഡ്സ് ചെയ്യുന്നത്. ഇത് കോണ്ടാക്റ്റ് ഉണ്ടായാൽ സ്റ്റൊമക്ക് വാളിൽ ഹിസ്റ്റമിൻസ് ടച്ച് ചെയ്താൽ മാത്രമേ എന്തിനുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുള്ളൂ?
പ്രൊഡക്ഷൻ ഓഫ് ആസിഡും പെപ്സിനും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റിമുലേഷൻസ് ഹിസ്റ്റമിൻസ് കൊടുക്കുള്ളൂ. ആ കോണ്ടാക്റ്റിനെ പ്രൊഹിബിറ്റ് ചെയ്താൽ, തടസ്സം ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആ സ്റ്റിമുലേഷൻ, ഹിസ്റ്റമിൻസിൽ നിന്നുള്ള ആ സ്റ്റിമുലേഷൻ പോവില്ല. അതുകൊണ്ട് ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റെഡ്യൂസ് ചെയ്യും. ഇതാണ് ആൻറ്റാസിഡിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആൻറ്റാസിഡ്? ആൻറ്റാസിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആൻറ്റാസിഡ്സ് പ്രിവെൻറ്റ്സ് ദ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഇൻ സ്റ്റൊമക് വാൾ. സ്റ്റൊമക് വാളിൽ നിന്നും ആസിഡിലുള്ള ഓവർ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ആൻറ്റാസിഡിൻ്റെ ഡ്യൂട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺലി യൂസ്ഡ് ആൻറ്റാസിഡ്സ്? എന്താണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റാസിഡുകൾ? സെമിറ്റിഡീൻ ആൻഡ് റാനിറ്റിഡീൻ. ടെക്മെന്റ് ആൻഡ് സാൻടാക് ആർ ദ 2 മെഡിസിൻസ് യൂസ്ഡ് ആസ് ആൻറ്റാസിഡ്സ്. നെക്സ്റ്റ് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ അസിഡിറ്റി ഇൻ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിനകത്ത് അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിസ്റ്റമിൻസ് സ്റ്റിമുലേറ്റ്സ് ദ സ്റ്റൊമക് വാൾ ടു സെക്രീറ്റ് പെപ്സിൻ ആൻഡ് HCl. അതാണ് കാരണം. ഹൗ ദ ആൻറ്റാസിഡ്സ് റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ്. എങ്ങനെയാണ് ആൻറ്റാസിഡ്സ് പ്രൊഡക്ഷൻ ഓഫ് ആസിഡിനെ റെഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെ റെഡ്യൂസ് ചെയ്യുക? ബൈ പ്രിവെൻറ്റിംഗ് the contact of histamine with the stomach walls. This leads it to prohibit the secretion of acid from stomach wall.